സെറോക്സിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പാഠം പഠിച്ചു. ഒരുപാട് കമ്മീഷൻ സമ്പാദിച്ചിരുന്ന ഒരു മുതിർന്ന സെയിൽസ് പേഴ്സൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനോഹരമായൊരു വീടുണ്ടായിരുന്നു, വില കൂടിയ വസ്ത്രങ്ങൾ, തൻ്റെ ആത്മവിശ്വാസത്തേക്കാൾ തിളക്കമുള്ള ഒരു സ്വർണ്ണ വാച്ച്. ഒരു ദിവസം കമ്പനി തങ്ങളുടെ കമ്മീഷൻ നയം മാറ്റി. അദ്ദേഹം തൻ്റെ വരുമാനം പകുതിയാകുന്നു കണ്ടു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ വിജയത്തിൻ്റെ പ്രതീകം തകരാൻ തുടങ്ങി. വീട് ജപ്തിയിലായി, കാറുകൾ വിറ്റു, കടങ്ങൾ മുന്നിൽ വന്നു. അദ്ദേഹം പണിതുയർത്തിയത് വരാനിരിക്കുന്ന ഒഴുക്കിനെ ആശ്രയിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. നിയന്ത്രിതമായ ഒഴുക്കിനെ ആശ്രയിച്ചായിരുന്നില്ല. അദ്ദേഹം ഒരുപാട് സമ്പാദിച്ചു, പക്ഷെ ഒന്നും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയില്ല. ഏറ്റവും രസകരമായ അല്ലെങ്കിൽ സങ്കടകരമായ കാര്യം എന്നാൽ താൻ കമ്പനിയുടെ ഇരയാണെന്ന് അദ്ദേഹം കരുതിയത്. എന്നാൽ സത്യം ഇതായിരുന്നു, അദ്ദേഹം തൻ്റെ സാമ്പത്തിക അജ്ഞതയുടെ ഇരയായിരുന്നു. ഞാനിതെല്ലാം കണ്ടു ചിന്തിച്ചു. പണം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ ഉള്ളിൽ എന്താണോ അത് കൃത്യമായി പ്രതിഫലിക്കുന്നു. നിങ്ങൾ ചിട്ടയില്ലാത്തയാളാണെങ്കിൽ അതത് കൃത്യമായിട്ട് കാണിക്കും. നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെങ്കിൽ അത് അതിനെ കൂടുതൽ വഷളാക്കും. നിങ്ങൾ ബോധവാനാണെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും ശക്തിയായ പങ്കാളിയായി മാറും. ആളുകൾ പലപ്പോഴും വിശ്വസിക്കുന്നത് രഹസ്യം ചെലവ് ചുരുക്കുന്നതിലാണ് എന്നാണ്. കോഫി കുടിക്കുന്നത് നിർത്തി പണം ലാഭിക്കുന്നതിലാണ്, അല്ലെങ്കിൽ ചെറിയ സന്തോഷങ്ങൾ ത്യജിക്കുന്നതിലാണെന്നാണ്. പക്ഷേ ഇത് നഷ്ടപ്പെട്ട ഒരു വ്യവസ്ഥിതിയുടെ ലക്ഷണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ശക്തി വരുന്നത് പണത്തിൻ്റെ ഒഴുക്കിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. എത്ര വരുന്നു, എത്ര പോകുന്നു, ക്യാഷ് ഫ്ലോ, ഏറ്റവും പ്രധാനമായി അത് എവിടേക്ക് പോകുന്നു എന്നറിയുന്നതിലൂടെ. ഇതുതന്നെയാണ് ഒരു സാധാരണ ജോലിക്കാരനെ ഒരു നിക്ഷേപകനിൽ നിന്ന് വേർതിരിക്കുന്നത്. ആദ്യത്തെയാൾ പണമെടുക്കുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു. രണ്ടാമത്തെയാൾ പണമെടുക്കുന്നു, അതിനെ പല മടങ്ങായി തിരികെ വരുന്ന രീതിയിൽ പുനർ നിക്ഷേപിക്കുന്നു. ഇതുതന്നെയാണ് പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതും പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഓരോ പൈസയും ലാഭിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഓരോ പൈസയ്ക്കും ഒരു ലക്ഷ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചാണ്. നോർത്ത് വെസ്റ്റേൺ മ്യൂച്വലിൻ്റെ ഒരു സർവേ കാണിക്കുന്നത് 60% അമേരിക്കക്കാരും തങ്ങളുടെ ജീവിതം ഒരു ശമ്പളം മുതൽ അടുത്ത ശമ്പളം വരെ തള്ളിയാണ് നീക്കുന്നത്. അതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ കണക്കിൽ വാർഷിക വരുമാനം $1,00,000 കൂടുതൽ ആളുകളെ ഉൾപ്പെടുന്നു എന്നതാണ്. ഇത് കാണിക്കുന്നത് പ്രശ്നം വരുമാനമല്ല, മറിച്ച് മാനസികാവസ്ഥയാണ്. നമ്മൾ ജീവിക്കുന്നത് ആളുകൾക്ക് തങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നറിയാവുന്ന, എന്നാൽ തങ്ങളുടെ ചിലവ് എത്രയാണെന്ന് അറിയാത്ത ഒരു സംസ്കാരത്തിലാണ്. ഈ ചിലവ് സാമ്പത്തികം മാത്രമല്ല, അത് വൈകാരികവുമാണ്. അത് മുഴുവനായി നിറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡ് കാണുമ്പോഴുള്ള സമ്മർദ്ദമാണ്. അത് നെഗറ്റീവ് ബാലൻസ് കണ്ടിട്ടും എല്ലാം മിഥ്യയാണെന്ന് നടിക്കുന്നതിൻ്റെ വേദനയാണ്. ഒരു പുരോഗതിയും ഇല്ലാതെ കൂടുതൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ക്ഷീണമാണ്. ഇതെല്ലാം സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നൽകുന്ന വിലയാണ്. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. ഞാനും ഒരു കാലത്ത് ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിലവഴിക്കേണ്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ ചിലവഴിച്ചു. വിജയം എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങാൻ കഴിയുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സത്യം ഇതാണ്, ചിലവഴിക്കുന്നത് സ്വാതന്ത്ര്യമല്ല, അത് ആശ്രിതത്വമാണ്. യഥാർത്ഥ വിജയം തുടങ്ങിയത് എപ്പോഴെന്നാൽ പണത്തിൻ്റെ ഒഴുക്ക് ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചപ്പോഴാണ്. ഞാൻ എത്ര സമ്പാദിക്കുന്നു എന്ന് ചോദിക്കുന്നത് നിർത്തി ഞാൻ എത്ര സൂക്ഷിക്കുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ. ആ